തെക്കൻ കേരളത്തിന്റെ ചരിത്രരേഖകളിൽ തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ ഉത്ഭവസ്ഥാനമായി ആറ്റിങ്ങലിന് പ്രത്യേക സ്ഥാനമുണ്ട്. ആഢ്യത്വവും വീര്യവും ആത്മീയ തേജസ്സും ഇഴചേർന്ന ഈ മണ്ണ് വെറുമൊരു ഭൂപ്രദേശം മാത്രമല്ല, ഒരു സംസ്കാരത്തിന്റെ കളിത്തൊട്ടിലാണ്. ആറ്റിങ്ങലിന്റെ പ്രഭാവത്തിന് കിഴക്കായി ശാന്തസുന്ദരമായ ഒരു ഗ്രാമത്തിൽ സഹസ്രാബ്ദങ്ങളോളം പഴക്കമുള്ള ഒരു ദിവ്യസങ്കേതം തലയുയർത്തി നിൽക്കുന്നു. അവനവഞ്ചേരി ശ്രീ ഇണ്ടിളയപ്പൻ ക്ഷേത്രം. കേരളത്തിലെ മഹാക്ഷേത്രങ്ങളുടെ പട്ടികയിൽ ഈ ദേവാലയം ഇടം നേടുന്നത് അതിന്റെ പഴക്കം കൊണ്ടും വാസ്തുവിദ്യാപരമായ ഔന്നത്യം കൊണ്ടും മറ്റെങ്ങുമില്ലാത്ത ആചാരങ്ങളുടെ സവിശേഷത കൊണ്ടുമാണ്. ഏകദേശം 7 നൂറ്റാണ്ടുകളുടെ പഴക്കം അവകാശപ്പെടുന്ന ഈ ക്ഷേത്രം ആറ്റിങ്ങലിന് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന ആവണഞ്ചേരി അഥവാ അവനവഞ്ചേരി എന്ന ഗ്രാമത്തിന്റെ ഭക്തിഭാവമായി, ഐശ്വര്യമായി, കാലാതീതമായി നിലകൊള്ളുന്നു. ഈ ക്ഷേത്രം തിരുവിതാംകൂർ ചരിത്രത്തിലെ നിർണായകമായ പല വഴിത്തിരിവുകൾക്കും സാക്ഷ്യം വഹിച്ച ഒരു സാംസ്കാരിക കേന്ദ്രമാണ്. ഓരോ ദേശപ്പേരിനും അതിൻ്റെതായ കഥ പറയാനുണ്ടാകും. അവനവഞ്ചേരി എന്ന പേര് കേവലം ഒരു സ്ഥലനാമമല്ല, മറിച്ച് വേണാടിന്റെ ചരിത്രത്തിലെ ഒരു ഏടാണ്. ക്രിസ്തുവർഷം 1300കടുത്ത് അക്കാലത്തെ വേണാട്ടു രാജാക്കന്മാരിൽ ഒരാളായിരുന്ന ദേവധരൻ ആവണിയാനപിള്ളയുടെ നാമധേയത്തിൽ നിന്നാണ് ഈ ദേശത്തിന് ആവണിച്ചേരി എന്ന പേര് ലഭിച്ചത്. രാജകീയമായ ഒരു ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഈ നാമം പിന്നീട് വാമൊഴിയായി പരിണമിച്ചാണ് ഇന്നത്തെ അവനവഞ്ചേരിയായി മാറിയത്. ചേരി എന്ന പദത്തിന് അക്കാലത്ത് സൈനികമായ വാസസ്ഥലം എന്നൊരർത്ഥം കൂടിയുണ്ടായിരുന്നു. ഇന്നത്തെ തിരുവിതാംകൂറിന് അടിത്തറയിട്ട അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ പടയോട്ടകാലം ഈ ദേശത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിച്ചു. ചരിത്രരേഖകൾ അനുശാസിക്കുന്നത് പോലെ തിരുവിതാംകൂറിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി മാർത്താണ്ഡവർമ്മ ഏകദേശം 5000-ഓളം വരുന്ന തന്റെ പടയാളികളെ ഈ ആവണിച്ചേരിയിൽ പാർപ്പിച്ചിരുന്നു. ഈ സൈനിക കേന്ദ്രത്തിന്റെ സാന്നിധ്യം ക്ഷേത്രത്തിലെ ചില അപൂർവ പ്രതിഷ്ഠകളുടെയും ആചാരങ്ങളുടെയും പിന്നിലെ ചരിത്രപരമായ പശ്ചാത്തലമായി നമുക്ക് കണക്കാക്കാം. അതായത് അവനവഞ്ചേരി വെറുമൊരു ഗ്രാമമായിരുന്നില്ല, അതൊരു സൈനിക താവളവും രാജാധികാരത്തിന്റെ ഒരു പ്രഭവ കേന്ദ്രവുമായിരുന്നു. അവനവഞ്ചേരി ക്ഷേത്രത്തെ കേരളത്തിലെ മറ്റ് മഹാക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അതിന്റെ പ്രധാന ആരാധനാമൂർത്തികളുടെ സങ്കല്പത്തിലെ പ്രത്യേകതയാണ്. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ പരമശിവനാണെങ്കിലും ക്ഷേത്രം അറിയപ്പെടുന്നത് ഉപദേവനായ ശ്രീ ഇണ്ടിളയപ്പന്റെ പേരിലാണ്. ഒരു ദ്വന്ദ്വ ആരാധനാ സങ്കല്പം ഇവിടെ ദർശിക്കാം. അവനവഞ്ചേരി ശ്രീ ഇണ്ടിളയപ്പൻ ക്ഷേത്രം കൊട്ടാരക്കര ഗണപതി അമ്പലം പോലെ ഉപദേവന്റെ പേരിൽ അറിയപ്പെടുന്ന ക്ഷേത്രമാണ് അവനവഞ്ചേരി ഇണ്ടിളയപ്പൻ ക്ഷേത്രം. ശ്രീകോവിലിനകത്തെ പ്രധാന ദേവൻ ശ്രീ മഹാദേവനാണെങ്കിലും ഉപദേവനായ ഇണ്ടിളയപ്പൻ്റെ പേരിൽ, ശ്രീധർമ്മശാസ്താവിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ക്ഷേത്രമാണ് അവനവഞ്ചേരി ഇണ്ടിളയപ്പൻ ക്ഷേത്രം. അവനവഞ്ചേരി ശ്രീ ഇണ്ടിളയപ്പൻ ക്ഷേത്രം എന്ന പേരിൽ തന്നെ ഇണ്ടലകറ്റുന്ന അപ്പൻ ഇണ്ടിളയപ്പൻ എന്നുള്ളതാണ്. ഇണ്ടിളയപ്പൻ എന്ന ശാസ്താവിൻ്റെ ഭാവത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇണ്ടിളയപ്പൻ എന്ന ഭാവത്തിൽ അയ്യപ്പനായും ശാസ്താവായും ഒക്കെ ഭക്തജനങ്ങൾ ആരാധിക്കുന്ന ഈ ക്ഷേത്രം നമ്മുടെ പനവേലിപ്പറമ്പുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യത്തിലൂടെയാണ് ഇണ്ടിളയപ്പൻ ക്ഷേത്രത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത്. പുരാതനമായ ചരിത്രം ആരംഭിക്കുന്നത് 1200ഓളം വർഷം പഴക്കം രേഖപ്പെടുത്തിയിട്ടുള്ള ഈ ക്ഷേത്രം തിരുവിതാംകൂർ മഹാരാജാക്കന്മാരുടെ അധീനതയിൽ ഉണ്ടായിരുന്ന ക്ഷേത്രമാണ്. കാലക്രമേണ നാട്ടുകാരുടെ നിയന്ത്രണത്തിലുള്ളൊരു കമ്മിറ്റിയാണ് ഇവിടുത്തെ ഭരണകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ആ ഒരു രീതിയിൽ ക്ഷേത്രത്തിന് വളരെയധികം വളർച്ചയുണ്ടാക്കാനും ഭക്തജനങ്ങളെ ആകർഷിക്കുവാനും പൂജാകാര്യങ്ങളെല്ലാം വളരെ മനോഹരമായി ചെയ്യുവാനും കഴിഞ്ഞു പോകുന്ന ഒരു ക്ഷേത്രമാണ് അവനവഞ്ചേരി ശ്രീ ഇണ്ടിളയപ്പൻ ക്ഷേത്രം. കിഴക്ക് ദർശനമായി പ്രധാന ശ്രീകോവിലിൽ മഹാദേവൻ കുടികൊള്ളുന്നു. ഭഗവാന്റെ ഐശ്വര്യദായിനിയും സംഹാരമൂർത്തിയുമായ ഭാവം ഇവിടെ ആരാധിക്കപ്പെടുന്നു. പടിഞ്ഞാറ് ദർശനമായി ശാസ്താ സങ്കല്പത്തിൽ ഇണ്ടിളയപ്പൻ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ശാസ്താവിന്റെ മറ്റൊരു രൂപമായാണ് ഇണ്ടിളയപ്പനെ സങ്കല്പിക്കുന്നത്. കേരളത്തിൽ അത്യപൂർവമായി മാത്രം കാണുന്ന ദേവസ്ഥാനങ്ങളാണ് ഇണ്ടിളയപ്പൻ കോവിലുകൾ. ഈ സവിശേഷത തന്നെ അവനവഞ്ചേരി ക്ഷേത്രത്തിന് ചരിത്രപരവും ആചാരപരവുമായ പ്രാധാന്യം നൽകുന്നു. സാധാരണയായി ക്ഷേത്രങ്ങളുടെ പേര് പ്രധാന ദേവന്റെ നാമത്തിലായിരിക്കും അറിയപ്പെടുക. എന്നാൽ ഇവിടെ മഹാദേവനേക്കാൾ പ്രശസ്തനും പ്രിയങ്കരനുമായി ഇണ്ടിളയപ്പൻ മാറുന്നതിൽ അദ്ദേഹത്തിന്റെ ഐതിഹ്യപരവും അത്ഭുതകരവുമായ കഥകൾക്ക് വലിയ പങ്കുണ്ട്. ശ്രീ ഇണ്ടിളയപ്പന്റെ ഐതിഹ്യം ക്ഷേത്രത്തിന്റെ ആഴവും ഭക്തിയും വർദ്ധിപ്പിക്കുന്നു. ഇത് വാമനപുരം നദിയുടെ തീരത്തുള്ള
പനവേലിപ്പറമ്പ് എന്ന സ്ഥലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഐതിഹ്യം ഇങ്ങനെ: ആറ്റിങ്ങലിലെ പുരാതനമായ പുളിക്കൽ തറവാട്ടിലെ ഒരു മുത്തശ്ശി ഒരിക്കൽ വാമനപുരം നദിയിൽ നീരാടാൻ ചെന്നപ്പോൾ പുഴയിലൂടെ ഒഴുകിവരുന്ന ഒരു കോമളനായ ബാലനെ കണ്ടു. ദൈവികമായ പ്രഭാവമുള്ള ആ കുമാരനെ മുത്തശ്ശി കരയ്ക്കെടുത്തു. സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും വളർത്താനായി മുത്തശ്ശി കുമാരനെ തറവാട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് ആ കുമാരൻ താനറിയാതെ ദിവ്യമായ ഒരു നിമിഷത്തിൽ പനവേലിപ്പറമ്പിൽ എത്തിച്ചേർന്നുവെന്നാണ് വിശ്വാസം. പനവേലിപ്പറമ്പിലെത്തിയ ആ ദൈവിക ബാലൻ തനിക്കിരിക്കാനായി ഒരു സ്ഥലം കണ്ടെത്താൻ അവിടെയുണ്ടായിരുന്ന ഭൂതത്താനെ ചുമതലപ്പെടുത്തി അയച്ചു. ഭൂതത്താൻ അതിമനോഹരവും ശാന്തവുമായ ഒരിടം കണ്ടെത്തുകയും അവിടെ ഒരു സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തു. എന്നാൽ ദീർഘനേരം കഴിഞ്ഞിട്ടും ഭൂതത്താൻ മടങ്ങി വരാത്തത് കണ്ട കുമാരൻ അവനെ അന്വേഷിച്ചിറങ്ങി. താൽക്കാലികമായി ഇരിക്കാൻ പറഞ്ഞ സ്ഥലത്ത് ഭൂതത്താൻ സ്ഥിരമായി ഇരിക്കുന്നത് കണ്ട കുമാരൻ കോപാവിഷ്ടനായി. ഞാനിരിക്കേണ്ട സ്ഥലത്ത് നീ കയറിയിരിക്കുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് പുറങ്കാൽ കൊണ്ട് കോരി അവനെ പുറത്തേക്കെറിഞ്ഞു. അങ്ങനെ തെറിച്ചുപോയ ഭൂതത്താൻ ചെന്ന് വീണ സ്ഥലത്ത് ഒരു ശിലയായി ഇന്നും അതേ രൂപത്തിൽ നിലകൊള്ളുന്നു. അതാണ് ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിന് പുറത്തുള്ള ഇന്നും ശക്തിയോടെ കുടികൊള്ളുന്ന ഭൂതത്താൻ കാവ്. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, ഭഗവാൻ ശാസ്താവിന്റെ അവതാരമായ ഇണ്ടിളയപ്പൻ ഭൂതഗണങ്ങളുടെ മേലുള്ള തന്റെ അധികാരം സ്ഥാപിക്കുന്നതിന്റെ സൂചന ഈ ഐതിഹ്യം നൽകുന്നു. പ്രകൃതി ശക്തികളെയും പ്രാദേശിക ദേവതകളെയും നിയന്ത്രിച്ച് ദിവ്യത്വം സ്ഥാപിക്കുന്ന ഒരു കഥാസന്ദർഭമാണ് ഇത്. ഇണ്ടിളയപ്പൻ എന്ന നാമത്തിന് ഇണ്ടി അഥവാ ഇടം, സ്ഥലം എന്ന പദങ്ങളുമായി ബന്ധമുണ്ടോ എന്നും ചിലർ സംശയിക്കുന്നുണ്ട്. 7 നൂറ്റാണ്ടിലധികം പഴക്കമുള്ള ഈ ക്ഷേത്രം കേരളീയ വാസ്തുവിദ്യയുടെയും പ്രാദേശിക കരവിരുതിന്റെയും മകുടോദാഹരണമാണ്. കിളിമാനൂർ ആസ്ഥാനമാക്കി വേണാട് ഭരിച്ചിരുന്ന ഗോവർദ്ധനൻ എന്ന രാജാവ് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ആറ്റിങ്ങൽ നഗരത്തിൽ 3 ക്ഷേത്രങ്ങൾ പണിയുകയുണ്ടായി. ആവണീപുരം മഹാവിഷ്ണു ക്ഷേത്രം, ആവണീശ്വരം ശിവക്ഷേത്രം, ആവണിഞ്ചേരി ശ്രീ ഇണ്ടിളയപ്പ ക്ഷേത്രം. പക്ഷേ ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശിവനാണ്. ഇണ്ടിളയപ്പൻ്റെ പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കന്നിമൂലയിൽ ഗണപതിയുടെ സ്ഥാനത്ത് 2 പേരാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്, ഗണപതിയും ശാസ്താവും. അത് എല്ലാ ക്ഷേത്രങ്ങളിലും ഇല്ല, ഇവിടുത്തെ ഒരു അപൂർവ പ്രതിഷ്ഠയാണ്. കൂടാതെ ഇവിടുത്തെ വഴിപാടുകൾ എന്ന് പറഞ്ഞാൽ വല്യാർപ്പ് അടയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട്. അതിൻ്റെ കൂടെ തന്നെ അരവണ പായസമുണ്ട്, ഇടിച്ചു പിഴിഞ്ഞ പായസമുണ്ട്, വെള്ളനേദ്യമുണ്ട്, പായസനേദ്യമുണ്ട്, പാനസമുണ്ട്. കൂടാതെ നമുക്ക് ഇവിടെ പിന്നെ അതിൻ്റെ കൂടെ തിരുമധുരം ഉണ്ട്. പൂജകൾ രാവിലെ നമുക്ക് നിർമ്മാല്യത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഉടനെ ഉഷപൂജയാണ്. ഉഷപൂജ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉച്ചപൂജയാണ്. അതിനുശേഷം വൈകുന്നേരം ക്ഷേത്രം തുറക്കുകയും ദീപാരാധനയും രാത്രി 8 മണിയോടുകൂടി അത്താഴ പൂജയോടുകൂടി ക്ഷേത്രം അടയ്ക്കുകയാണ്. കൂടാതെ നമ്മുടെ വലിയ ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് തന്നെയാണ് ശ്രീ ഇണ്ടിളയപ്പൻ ക്ഷേത്രവും. അതേ പ്രതിഷ്ഠയ്ക്ക് സമീപം തന്നെ വേറെ ഒരു പ്രതിഷ്ഠ കൂടി ഉണ്ട്. അതിൻ്റെ പേര് പൂർണ്ണ പുഷ്കല എന്നാണ്. ശ്രീ ഇണ്ടിളയപ്പൻ്റെ ഭാര്യ ആയി സങ്കല്പിക്കുന്ന പൂർണ്ണയും പുഷ്കലയും എന്ന 2 പേരാണ് അവരുടെ ഭാര്യമാർ, അദ്ദേഹത്തിൻ്റെ ഭാര്യമാർ. അപ്പോൾ ഈ 2 പേരെയും ഒരുമിച്ച് ആവഹിച്ചാണ് ഈ ഇണ്ടിളയപ്പ ക്ഷേത്രത്തിൽ ഇരുത്തിയിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ ഘടനയിലും നിർമ്മിതിയിലും തെക്കൻ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ അപൂർവമായി കാണുന്ന ചില പ്രത്യേകതകളുണ്ട്. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കല്ലുകൊണ്ട് കെട്ടിയ കോട്ട പോലെയുള്ള വലിയ മതിൽക്കെട്ടിനുള്ളിലാണ്. ഈ മതിൽക്കെട്ടിന് വിശാലമായ ഇടങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരു കോട്ടയുടെ ഭാവമുണ്ട്. എന്നാൽ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ വാസ്തുവിദ്യാ വിസ്മയം അതിന്റെ ഗോപുരങ്ങളാണ്. ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടുകൾ സവിശേഷമായ ചോളകലയിൽ തീർത്തതാണ് എന്ന് പറയപ്പെടുന്നു. സാധാരണയായി കേരളത്തിലെ ക്ഷേത്രങ്ങൾ ദ്രാവിഡ കേരള ശൈലിയുടെ സമ്മിശ്ര രൂപം സ്വീകരിക്കുമ്പോൾ ഇവിടെ കാണുന്ന ചോളകലയുടെ സ്വാധീനം തമിഴ്നാടുമായുള്ള വാണിജ്യ രാഷ്ട്രീയ ബന്ധങ്ങളുടെ സൂചന നൽകുന്നു. കിഴക്കേ നടയിലുള്ള ഗോപുരം വളരെ പ്രൗഢഗംഭീരമാണ്. കരിങ്കല്ലിൽ തീർത്തിട്ടുള്ള ഈ ഗോപുരത്തിന്റെ വാതിൽ ഒറ്റക്കല്ലിൽ നിർമ്മിച്ചതാണ്. അങ്ങേയറ്റം വിശാലമാണ് ഈ വാതിൽ. ഐതിഹ്യമനുസരിച്ച് കേരളത്തിലെ എത്ര ഉന്നതനായ ഗജവീരനും
യാതൊരു തടസ്സവുമില്ലാതെ ഈ ഗോപുരവാതിലിലൂടെ കടന്നുപോകാൻ സാധിക്കും. അത് അന്നത്തെ ശില്പികളുടെ കൃത്യതയും ദീർഘവീക്ഷണവും എത്ര വലുതായിരുന്നു എന്നുകൂടി തെളിയിക്കുന്നു. തിരുവനന്തപുരം ജില്ലയിൽ തന്നെയുള്ള ഏറ്റവും വിസ്തൃതമായ ക്ഷേത്രക്കുളങ്ങളിൽ ഒന്നാണ് അവനവഞ്ചേരിയിലേത്. ക്ഷേത്രത്തിന്റെ സൗന്ദര്യത്തിനും വിശാലതയ്ക്കും ഈ കുളം മാറ്റുകൂട്ടുന്നു. കുളത്തിനു ചുറ്റുമുള്ള കൽപ്പടവുകളും കുളിപ്പുര എന്നറിയപ്പെടുന്ന സ്നാനഘട്ടവും ക്ഷേത്രത്തിന് ഒരു കാലത്തുണ്ടായിരുന്ന പ്രൗഢിയും രാജകീയ ബന്ധവും ഇന്നും ഓർമ്മിപ്പിക്കുന്നു. പ്രധാന ദേവന്മാരെ കൂടാതെ അവനവഞ്ചേരി ക്ഷേത്രം മറ്റ് ചില അത്യപൂർവ പ്രതിഷ്ഠകളെയും ഉൾക്കൊള്ളുന്നു. ഇവ ഓരോന്നും ആചാരപരമായും ചരിത്രപരമായും ഏറെ പ്രാധാന്യമർഹിക്കുന്നവയാണ്. ക്ഷേത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ പ്രതിഷ്ഠകളിൽ ഒന്നാണ് ശ്രീ മല്ലൻ തമ്പുരാൻ. ആദിദ്രാവിഡ ക്ഷേത്ര സങ്കല്പത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് ശ്രീമല്ലൻ സ്ഥാനം. ഇവിടെ പ്രത്യേകമായ വിഗ്രഹമില്ല. പകരം പീഠവും പട്ടും വാളും മാത്രമാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ഇത് വേണാടിന്റെ ചരിത്രവുമായി ഇഴചേർന്നിരിക്കുന്നു. മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ പടയോട്ടക്കാലത്ത് അവനവഞ്ചേരിയിൽ പാർപ്പിച്ചിരുന്ന 5000 പടയാളികൾ ആരാധിച്ചിരുന്ന ശക്തിയുടെ ദേവനാണ് ശ്രീമല്ലൻ തമ്പുരാൻ. മല്ലന്മാർ എന്നറിയപ്പെടുന്ന സൈനികരുടെ ആരാധനാമൂർത്തിയായിരുന്നു ഈ ദേവൻ. പിൽക്കാലത്ത് ക്ഷേത്രത്തിൽ ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയപ്പോൾ സൈനിക പ്രാധാന്യമുള്ള ഈ ദേവനെ ശ്രീകോവിലിന് പുറത്ത് പ്രത്യേകമായൊരു സ്ഥാനത്തേക്ക് മാറ്റി പ്രതിഷ്ഠിക്കുകയായിരുന്നു. ഇത് പ്രാദേശിക വീരപൂജകൾ എങ്ങനെ ഹൈന്ദവ ക്ഷേത്ര സങ്കല്പങ്ങളുമായി ലയിച്ചു ചേരുന്നു എന്നതിനും ഉത്തമ ഉദാഹരണമാണ്. ശ്രീകോവിലിന്റെ പുറകുവശത്ത് കന്നിമൂലയിലായി ശാസ്താസമേതനായ ബാലഗണപതിയുടെ കോവിൽ സ്ഥിതി ചെയ്യുന്നു. തെക്കൻ കേരളത്തിൽ വളരെ അപൂർവമായ ഒരു പ്രതിഷ്ഠാ സങ്കല്പമാണിത്. സാധാരണയായി ഗണപതി ഒറ്റയ്ക്കാണ് പ്രതിഷ്ഠിക്കാറ്. എന്നാൽ ഇവിടെ ധർമ്മശാസ്താവിന്റെ സാന്നിധ്യത്തിൽ ബാലഗണപതി കുടികൊള്ളുന്നത് ക്ഷേത്രത്തിലെ ശാസ്താ പ്രാധാന്യം എത്രത്തോളമുണ്ടെന്നും വ്യക്തമാക്കുന്നു. ക്ഷേത്രത്തിന്റെ അരയാൽ ചുവട്ടിലെ നാഗസമൂഹം അപൂർവമായൊരു കാഴ്ചയാണ്. കദ്രു തനയന്മാരായ 1000 നാഗങ്ങളുടെ പ്രതീകമായ നാഗസമൂഹ പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. കേവലം ഒരു നാഗപ്രതിഷ്ഠ എന്നതിലുപരി 1000 നാഗങ്ങളുടെ കൂട്ടായ ശക്തിയെ ഇവിടെ ആരാധിക്കുന്നു. ഭക്തർ ഈ നാഗരാൽ തറയെ വലം വെക്കുന്നത് സർവ്വരോഗശാന്തിക്ക് നിമിത്തമാകുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. നാഗാരാധനയ്ക്ക് കേരളീയ ഹൈന്ദവ ആചാരങ്ങളിൽ വലിയ സ്ഥാനമുണ്ട്. ഒരു ക്ഷേത്രത്തെ സവിശേഷമാക്കുന്നത് അവിടുത്തെ ആചാരങ്ങളാണ്. അവനവഞ്ചേരി ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട 2 ആചാരങ്ങൾ ഇവയാണ്. ധർമ്മശാസ്താവായ ശ്രീ ഇണ്ടിളേപ്പന്റെ ഇഷ്ട വഴിപാടാണ് വലിയ വാർപ്പ് അട. ഇഷ്ടകാര്യ സാധ്യത്തിനായി ഭക്തർ നടത്തുന്ന ഈ വഴിപാട് അവനവഞ്ചേരി ഇണ്ടിളേപ്പൻ ക്ഷേത്രത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. വലിയ ചെമ്പിൽ അടയുണ്ടാക്കി സമർപ്പിക്കുന്ന ഈ ചടങ്ങ് ഭഗവാനോടുള്ള ഭക്തരുടെ അചഞ്ചലമായ വിശ്വാസത്തിന്റെ പ്രതീകമാണ്. ഈ വഴിപാട് നടത്തുന്നതിലൂടെ കാര്യസാധ്യവും സമാധാനവും ലഭിക്കുമെന്നാണ് വിശ്വാസം. ശനിയും തിങ്കളും, ശനിയാഴ്ചയും തിങ്കളാഴ്ചയും വളരെ പ്രാധാന്യമർഹിക്കുന്ന ദിവസങ്ങളാണ്. ശനിയാഴ്ച ഇണ്ടിളേപ്പനും തിങ്കളാഴ്ച ദിവസം ശിവനും വളരെയധികം ഭക്തജനങ്ങൾ ആരാധന നടത്തുന്ന ഒരു ക്ഷേത്രമാണ് ഈ അവനവഞ്ചേരി ഇണ്ടിളേപ്പൻ ക്ഷേത്രം. ശനിയാഴ്ച എന്ന് പറയുന്നത് ഓരോ ഭക്തനും ഉണ്ടായിട്ടുള്ള ശനിദോഷങ്ങൾ അകറ്റുന്നതിന് വേണ്ടി ആൾക്കാർ നേർന്നു വരുന്നതാണ് ഈ നീരാഞ്ജനം എന്ന് പറയുന്നത്. നീരാഞ്ജനം എന്ന് പറയുന്നത് തേങ്ങ ഉടച്ച് 2 ഭാഗത്തായിട്ട് വച്ച് അതിൽ 2 എള്ളുകിഴി വച്ച് അതിൽ എണ്ണയൊഴിച്ച് കത്തിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ശനിദോഷം, നമ്മൾ ബാധിച്ചിരിക്കുന്ന ശനിദോഷം അകന്നു പോകും. ആ ശനിദോഷത്തിന് ശമനം ഉണ്ടാകുമെന്നുള്ള വിശ്വാസം ധാരാളം ജനങ്ങൾക്കുണ്ട്. ഒരു ശനിയാഴ്ച ഒരു 550ഓളം ആൾക്കാർ എല്ലാ ശനിയാഴ്ചകളിലും ഈ ശനി വ്രതം നോക്കുന്നവരുണ്ട്. അതുപോലെ തന്നെയാണ് തിങ്കളാഴ്ച ദിവസം. തിങ്കളാഴ്ച ദിവസം ഈ ശിവന് വ്രതം, അതായത് വെള്ളച്ചോറ് വ്രതം എടുത്തിട്ട് അന്നത്തെ ദിവസം വെള്ളച്ചോറ് കഴിച്ചാണ് അന്ന് വ്രതം മുറിക്കുന്നത്. വൈകുന്നേരത്ത് ദീപാരാധന കഴിഞ്ഞ് വെള്ളച്ചോറ് കഴിച്ചാണ് വ്രതം മുറിക്കുന്നത്. അങ്ങനെയുള്ള ആചാരങ്ങൾ നടന്നു വരുന്ന ഒരു ക്ഷേത്രമാണ്. ആ വെളുപ്പിന് തന്നെ ഭക്തജനങ്ങൾ ഒരു 10-30 പേര് വെളുപ്പിന് നിർമ്മാല്യത്തിന് തന്നെ ഉണ്ട്. ആ നിർമ്മാല്യം തൊഴുത് കഴിഞ്ഞാൽ അടുത്ത ഉഷപൂജയാണ്. ഉഷപൂജയ്ക്ക് ആ സമയത്തും 10-75 പേര് ദിവസവും ഉണ്ടാവും. അങ്ങനത്തെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ്. ദൂരസ്ഥലത്തു നിന്ന് വരെ ഇവിടെ നിർമ്മാല്യം തൊഴുവാൻ ആൾ വരുന്നുണ്ട്. ക്ഷേത്രോത്സവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും അത്യപൂർവവുമായ ചടങ്ങാണ് നായ്വേപ്പ് മഹോത്സവം. ക്ഷേത്രത്തിലെ 9ാം ദിവസത്തെ ഉത്സവത്തിലാണ് കരിനായയുടെ രൂപം എഴുന്നള്ളിക്കുന്നത്. കേരളത്തിലെ ഒരു ക്ഷേത്രത്തിലും സാധാരണയായി കാണാത്ത ഈ ചടങ്ങ് ഇണ്ടിളേപ്പൻ സങ്കല്പത്തിലെ ശാസ്താവിന്റെ ഭൂതഗണങ്ങളുമായുള്ള ബന്ധത്തിലേക്ക് വെളിച്ചം വീശുന്നു. ശാസ്താവിന്
കാവൽഭൂതമായി നായയെ സങ്കല്പിക്കാറുണ്ട്. കരിനായയുടെ രൂപം എഴുന്നള്ളിക്കുന്നതിലൂടെ ഭഗവാന്റെ ഭൂതഗണങ്ങളെ പ്രീതിപ്പെടുത്താനും ക്ഷേത്രഭൂമിയെയും ഭക്തരെയും ദുഷ്ടശക്തികളിൽ നിന്ന് രക്ഷിക്കാനും കഴിയുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ ചടങ്ങ് ക്ഷേത്രത്തിലെ ഊർജ്ജസ്വലമായ ആഘോഷങ്ങളിൽ ഒന്നാണ്. വൃശ്ചിക മാസത്തിലെ ആഴിപൂജ, അവനവഞ്ചേരി പൂരം, തിരുവാതിരക്കളി തുടങ്ങിയ മറ്റു ചടങ്ങുകളും ഭക്തിപൂർവ്വം ഇവിടെ ആചരിച്ചു വരുന്നു. ഈ ആചാരങ്ങൾ ക്ഷേത്രത്തെ തനതായ സാംസ്കാരിക കേന്ദ്രമാക്കി മാറ്റുന്നു. അവനവഞ്ചേരി ശ്രീ ഇണ്ടിളയപ്പൻ ക്ഷേത്രമെന്നത് വെറുമൊരു കരിങ്കൽ നിർമ്മിതി മാത്രമല്ല, തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ ആദിമ ബന്ധങ്ങളുടെ കഥ പറയുന്ന, വേണാടിന്റെ സൈനിക ചരിത്രത്തിന് സാക്ഷ്യം വഹിക്കുന്ന, ദ്രാവിഡവും ചോളവുമായ വാസ്തുശില്പകലകൾ ലയിച്ചു ചേരുന്ന, അത്യപൂർവമായ ഐതിഹ്യങ്ങളും ആചാരങ്ങളും ഇന്നും നിലനിർത്തുന്ന ഒരു സാംസ്കാരിക സർവകലാശാലയാണ്. കേരളത്തിന്റെ തനത് ഭക്തിയുടെയും ചരിത്രത്തിന്റെയും ഒരു സുവർണ കാലഘട്ടം ഈ ക്ഷേത്രത്തിന്റെ ഓരോ കല്ലിലും തുളസിത്തറയിലും ആലിലയിലും ഇന്നും തുടിക്കുന്നു. ശാന്തമായ അന്തരീക്ഷവും പുരാതനമായ വാസ്തുവിദ്യയും നായ്വെപ്പ് മഹോത്സവം പോലുള്ള അത്യപൂർവമായ ആചാരങ്ങളും ഈ ക്ഷേത്രത്തെ കേരളത്തിലെ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാക്കി മാറ്റുന്നു. കാലത്തിന്റെ കുത്തൊഴുക്കിൽ പല ചരിത്ര സ്മാരകങ്ങൾക്കും പ്രൗഢി നഷ്ടപ്പെട്ടപ്പോഴും അവനവഞ്ചേരി ശ്രീ ഇണ്ടിളയപ്പൻ ക്ഷേത്രം ഗ്രാമത്തിന്റെ ഐശ്വര്യമായി ഒരു വിളക്കുമാടം പോലെ ഇന്നും ജ്വലിച്ചു നിൽക്കുന്നു. ഈ പുണ്യഭൂമിയിലേക്ക് ഒരു തീർത്ഥാടനം നടത്തുന്നത് വെറുമൊരു ദർശനമല്ല, അത് കേരളത്തിന്റെ ആത്മാവിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ്. നാം കൈമോശം വരാതെ കാത്തുസൂക്ഷിക്കേണ്ട മഹത്തായ പൈതൃകത്തിന്റെ ഒരു നേർക്കാഴ്ചയാണ് അത്.